ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. ശരിക്കും നരകത്തിൽ ജീവിക്കുന്നത് പോലെ ബിഗ് ബോസിൽ നിന്ന് പുറത്തായ ശാരികയുടെ ആദ്യ പ്രതികരണം. ബിഗ് ബോസ് മലയാളം ഷോ സീസൺ 7-ൽ നിന്ന് ഒരു മത്സരാർത്ഥി കൂടി പുറത്തായിരിക്കുന്നു. KB ശാരികയാണ് പുറത്തായത്. ബിഗ് ബോസിൽ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നരകത്തിൽ ജീവിക്കുന്നത് പോലെയാണ് എന്ന് ശാരിക പിന്നീട് മോഹൻലാലിനോട് പറഞ്ഞു. ആളുകൾ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് തനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാകില്ലാത്തതിനാലാകും പുറത്തായത് എന്നും ശാരിക വ്യക്തമാക്കി. ഞാൻ എന്റെ ഗെയിം കളിച്ചു. ഹോട്ട് സീറ്റ് ശാരികയാകാനൊന്നും എനിക്ക് ആദ്യം പറ്റിയില്ല. ഒന്ന് ഓണായി വന്നപ്പോഴേക്കും ജനങ്ങൾ എന്നെ തട്ടി പുറത്തിട്ടു എന്ന് തോന്നുന്നു. ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. ചിലപ്പോൾ എന്റെ പെർഫോമൻസ് ശരിയാകാതെ വന്നപ്പോൾ പ്രേക്ഷകരുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ടാകും. ആളുകൾ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഒരിക്കലും എളുപ്പമല്ല അത്. ഇത് ഒരു സ്ക്രിപ്റ്റഡ് ഷോയല്ല. ഞാൻ എന്തായാലും ഒരു ഭാഗ്യവതിയാണ്. ഇത്രയും ആൾക്കാരിൽ നിന്ന് 20 പേരിൽ ഒരാളായി എന്നെ തിരഞ്ഞെടുത്തു. പക്ഷേ 7ന്റെ പണി സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും നരകത്തിൽ ജീവിക്കുന്നത് പോലെയായിരുന്നു. അതിന് ഒരു മനക്കെട്ടി വേണം. ആ ഫീലായിരുന്നു. ഓരോ നിമിഷവും മുൾമുനയിലായിരുന്നു. ലാലേട്ടൻ വരുമ്പോൾ ആദ്യം സന്തോഷമായിരുന്നു. പ്രേക്ഷകർ എന്നെ ഇത്രയും നിർത്തി. ഞാനായിട്ടാണ് അവിടെ കളിച്ചത്. അതിൽ ഞാൻ സന്തോഷവതിയാണ്, ശാരിക പറഞ്ഞു. യൂട്യൂബ് അവതാരകയാണ് ശാരിക KB. ഹോട്ട് സീറ്റ് എന്ന ഷോയുടെ മൂർച്ചയേറിയ ചോദ്യങ്ങളുമായി അതിഥികളെ നേരിടുന്ന ശാരികയ്ക്ക് പലപ്പോഴും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് വ്യക്തതയോടെ അവതരിപ്പിക്കാനും ആവശ്യാനുസരണം ഇടപെടാനുമൊക്കെയുള്ള ശാരികയുടെ കഴിവിനെ പ്രശംസിക്കുന്നവരും ധാരാളമാണ്. പ്രോഗ്രാമിന്റെ പേര് പോലെ തന്നെ അതിഥികൾക്ക് എപ്പോഴും ശാരികയുടെ അഭിമുഖം ഹോട്ട് സീറ്റ് തന്നെയാണ്. ധീരവും വിമർശനാത്മകവുമായ ചോദ്യങ്ങൾ തന്നെയാണ് അതിന് കാരണവും. അവതാരകയ്ക്ക് പുറമെ ബ്ലോഗർ കൂടിയായ ശാരിക മലയാളികൾക്കിടയിൽ ഏറെ ശ്രദ്ധ നേടുന്നത് രേണുസുധിയുമായി നടത്തിയ അഭിമുഖമാണ്. രേണുവിനോട് ചോദിച്ച ചോദ്യങ്ങളും പിന്നാലെ ഇരുവർക്കും ഇടയിൽ നടന്ന വൻ തർക്കങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ബിഗ് ബോസിലും ശാരിക തമാശയെന്നോണം തന്റെ ഹോട്ട് സീറ്റ് പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. ശക്തമായ നിലപാടുകളും മറയില്ലാത്ത ചോദ്യങ്ങളും ചോദിക്കുന്ന ശാരികയ്ക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. പലപ്പോഴും ഫെമിനിസ്റ്റ് എന്ന പട്ടം ചാർത്തി കിട്ടാറുള്ള ശാരിക താൻ കുലീനയായ സ്ത്രീയിൽ നിന്നും ബോൾഡായ പക്വതയായ സ്ത്രീയായി മാറിയത് ജീവിതം പല സാഹചര്യങ്ങളിലൂടെയും തന്നെ കൊണ്ടുപോയപ്പോഴാണെന്ന് അടുത്തിടെ പറഞ്ഞിരുന്നു. ശാരികയ്ക്ക് മുൻ ഭർത്താവിൽ നിന്നും നേരിടേണ്ടി വന്നിരുന്നത് മോശം അനുഭവങ്ങളായിരുന്നു. 28ാമത്തെ വയസ്സിലായിരുന്നു ഇവരുടെ വിവാഹം. MBA-കാരനായ ആലപ്പുഴ സ്വദേശിയായിരുന്നു ഭർത്താവ്. പുതിയ ജീവിതത്തിൽ അതുവരെ കണ്ട് പരിചയിച്ച കാര്യങ്ങളായിരുന്നില്ല ശാരികയ്ക്ക് നേരിടേണ്ടി വന്നത്. ഭക്ഷണത്തിന്റെ പേരിലടക്കം അമ്മായിയമ്മയിൽ നിന്നും അവർക്ക് വേർതിരിവ് നേരിടേണ്ടി വന്നു. സഹിച്ച് ഒടുവിൽ ഭർത്താവിന് എതിരെ ഗാർഹിക പീഡന കേസ് കൊടുക്കേണ്ടിയും വന്നു ശാരികയ്ക്ക്. 10 വർഷത്തോളം നീണ്ടുനിന്ന കൊടിയ വേദനകൾക്കൊടുവിൽ ശാരിക ആ ബന്ധവും വേർപെടുത്തി.